ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാൻ ഇന്നൊരു ഫ്രൂട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടായതാണ് കേട്ടോ. അപ്പോൾ ഇതെന്ത് ഫ്രൂട്ടാണ് എന്ന് നിങ്ങൾക്കറിയോ? അപ്പോൾ ഇതിങ്ങനെ പഴുത്തിട്ട് വരും കേട്ടോ. നമ്മളെ ചെറി ഉണ്ടല്ലോ, അതുപോലെ നല്ല റെഡ് കളറിൽ പഴുത്ത് വരും കേട്ടോ. ഇത് പഴുത്ത് വരുന്നേ ഉള്ളൂ. അപ്പം ഇന്നലെ 2-3 ഉണ്ടായിരുന്നു, അത് ഞാൻ കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് ആ പഴുത്തത് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതിലൊരുപാട് പച്ചയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. പഴുത്തത് ഒന്നേ ഞാൻ കാണുള്ളൂ, അതത്ര പഴുത്തിട്ടൊന്നും ഇല്ലായിരുന്നില്ല. അപ്പം ഇത് പഴുത്താലും പച്ചയായാലും ഒക്കെ ഒരേ ടേസ്റ്റാണ്. നമ്മളെ ഇരുമ്പിപ്പുളി ഇല്ലേ, ആ ഒരു ഉറക്കാപ്പുളി എന്നൊക്കെ പറയില്ല, അതിൻ്റെ ഒരു ടേസ്റ്റാണുള്ളത്. പക്ഷെ അത്ര പുളിയൊന്നുമില്ല. ഒരു മധുരമാണോ പുളിയാണോ എന്നറിയാത്തൊരു ടേസ്റ്റ്. അധികം പുളിയാണ് എടുത്ത് നമുക്ക് ഇതാവുന്ന ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആപ്പിൾ ചാമ്പക്ക എന്നൊക്കെ പറയും, അതുപോലെ അസ്റോള ചെറി എന്ന് പറയും ഇതിന് കേട്ടോ. പിന്നെ ബാർബഡോസ് എന്നോ അങ്ങനെയൊക്കെ പേരുണ്ട്, പലതരം പേരുകളുണ്ട് ഓരോ സ്ഥലത്ത്. അപ്പോൾ നമുക്ക് അധികം ഇതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് ഞാനിത് ഉണ്ടായ സമയത്താണ് കഴിക്കുന്നതും കാണുന്നതും ആദ്യമായിട്ടാണ് കേട്ടോ. നമ്മൾ തക്കാളിയൊക്കെ ചെറുതാവുമ്പോഴുള്ള പോലെ, അതുപോലെ അങ്ങനെയൊക്കെയാണ്. ഇതൊരു പഴുത്താൽ ഈ ഒരു റെഡ് കളറിലാണ് കേട്ടോ ആവുക. അപ്പോൾ അതിൻ്റെ പൂക്കളാണ് കേട്ടോ. ഇപ്പം നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും കായ ഉണ്ടാവും കേട്ടോ. 2-3 വർഷം ഒക്കെ ആയിട്ടുള്ളൂ കുഴിച്ചിട്ടിട്ട്. അപ്പോൾ ഇതൊരു മതിലിൻ്റെ അപ്പുറത്ത് അവർ കുഴിച്ചിട്ടത് കേട്ടോ. അപ്പുറത്തെ വീട്ടിലുള്ളതാണ്. അപ്പോൾ റോഡിലേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. ചെറുതായിട്ടൊക്കെ ഒരു മരം പോലെ കായ് വരുന്നൊരു ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വെറുതെയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കഴിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫ്രൂട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അതിൻ്റെ ഗുണങ്ങളെ പറ്റിയൊന്നും വലിയൊരു ഐഡിയ ഇല്ല, കാരണം ആദ്യമായിട്ട് കാണുന്നൊരു ഫ്രൂട്ടാണ്. ഇങ്ങനെ ഒരു തൈ കിട്ടിയതായിരുന്നു, അത് കുഴിച്ചിട്ടായിരുന്നു. അപ്പോൾ ഉണ്ടായപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇതാണ് വന്നത്. നമുക്ക് അച്ചാറൊക്കെ ഇട്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും ഇങ്ങനെയൊക്കെ കഴിക്കാൻ രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കാറുണ്ട് ഇങ്ങനെ പഴുക്കണത് കാണുമ്പോൾ. അപ്പോൾ വലിയ പുളിയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ബായ്.